നിതിൻ അംബുജൻ ചേരും. നിതിൻ, എറണാകുളത്ത് യോഗം ചേരാൻ പോവുകയാണ്. ഈ പറയുന്ന BJP സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്നത് ഏതാണ്ട് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രതികരണം അവർ സംസ്ഥാന അധ്യക്ഷൻ എന്താണ് പറയുകയാണ്. BJP വോട്ടുകൾ അവിടെ അപ്പോൾ ഇങ്ങനെ ആട് നിൽപ്പുണ്ട്, ആ വോട്ടുകൾ എങ്ങോട്ടേക്ക് പോകുന്നു എന്ന ചോദ്യത്തിനടക്കം മുന്നിലാണ് ഇന്നിപ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലുള്ള യോഗം കോൺഗ്രസ് ചേരാൻ പോകുന്നത്. നിതിൻ, ഹാഷ്മി, തീർച്ചയായും ഇന്നലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും. അതിന് മുന്നോടിയായിട്ടാണ് എറണാകുളത്ത് നിർണായക യോഗം ചേരുന്നത്. KPC അധ്യക്ഷൻ സണ്ണി ജോസഫ്, അതോടൊപ്പം തന്നെ UDF കൺവീനർ, കൂടാതെ പ്രതിപക്ഷ നേതാവും ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് കോൺഗ്രസ് നേതാക്കൾ AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ വരെ, അതായത് ഇന്നലെ പകലെല്ലാം തന്നെ നമ്മൾ ചർച്ച ചെയ്തത് 2 പേരിലേക്കാണെങ്കിൽ അതിനുശേഷം രാത്രി ഏതാണ്ട് കോൺഗ്രസ് ഒറ്റപ്പയിലെത്തുന്ന സൂചനകൾ ലഭിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് PV അൻവർ ഇടഞ്ഞ് രംഗത്ത് വരികയും ചെയ്തത്. ആ ഒരു സാഹചര്യത്തിൽ കൂടി ഹൈക്കമാൻഡിന് ഒരു പേര് നൽകുമ്പോൾ അത് ഒറ്റ പേരാകണോ, അല്ല 2 പേര്, ആര്യാടൻ ഷൗക്കത്തിന്റെയോ അല്ല VS ജോയിയുടെ പേര് നൽകണോ തുടങ്ങിയ കാര്യത്തിൽ ഒരു തീരുമാനമാണ് ഇന്നിപ്പോൾ കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുന്നിൽ ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന്റെ പേര് തന്നെയാണ് മുൻതൂക്കമുള്ളത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെയാണ് നടക്കുന്നത്. പക്ഷേ PV അൻവർ മുന്നോട്ട് വെച്ച ഈ ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യം അതെല്ലാം തന്നെ ചർച്ച ചെയ്ത ഒരു അന്തിമ തീരുമാനം സ്വീകരിക്കുക. എന്തായാലും ഹൈക്കമാൻഡ് നിലപാട് ഒറ്റ പേര് വന്നാൽ ഉടൻ തന്നെ പ്രഖ്യാപനം ഉണ്ടാകും. അതല്ല സംസ്ഥാനം 2 പേരാണോ നൽകുന്നതെങ്കിൽ ചർച്ച ചെയ്ത് മാത്രമേ ഒരു സമവായത്തിലെത്തിയ ശേഷം മാത്രമേ ഒരു പ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ഇന്ന് വൈകിട്ടോട് തന്നെ പ്രഖ്യാപനം പ്രതീക്ഷിക്കാം. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ എറണാകുളത്ത് KPC അധ്യക്ഷനും അതോടൊപ്പം തന്നെ UDF കൺവീനർ കൂടാതെ മറ്റ് കോൺഗ്രസ് നേതാക്കളും ഈ യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുമെന്ന് മനസ്സിലാക്കുന്നു. മറ്റ് കോൺഗ്രസ് നേതാക്കളും നിർണായക യോഗം ചേരുന്നത്. എന്തായാലും യോഗത്തിന് ശേഷം KPC അധ്യക്ഷന്റെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം, അതോടൊപ്പം തന്നെ BJP സ്വീകരിച്ച നിലപാടടക്കമുള്ള കാര്യങ്ങളിലെ ചർച്ചകൾ എന്തായാലും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നിതിൻ അംബുജനാണ് എറണാകുളത്തെ യോഗത്തിന്റെ വിവരങ്ങൾ നൽകി. തിരികെത്താം. എന്തായാലും നിലമ്പൂരിൽ സ്ഥാനാർത്ഥികൾ ആര് എന്നതിനെക്കുറിച്ചുള്ള സജീവ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. UDF സ്ഥാനാർത്ഥി നോക്കിയതിനു ശേഷമാകും LDF സ്ഥാനാർത്ഥി കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. ഇനി പുറത്ത് ആര്യാടൻ എന്തെങ്കിലും അസ്വസ്ഥ ഉണ്ടാക്കി ആരെങ്കിലും പുറത്തേക്ക് വരുന്നൊക്കെ ഉണ്ടോ എന്നൊക്കെയുള്ള നോട്ടമുണ്ടോ എന്ന കാര്യം അറിയില്ല. എന്തായാലും ഒരു കാര്യം ഏതാണ്ട് ഉറപ്പിക്കാൻ കഴിയുന്നത് BJPക്ക് നിലമ്പൂരിൽ സ്ഥാനാർത്ഥി ഉണ്ടാവില്ല എന്ന കാര്യം ഏതാണ്ട് ഉറപ്പിക്കാമെന്ന് തോന്നുന്നു. കാര്യം രാജീവ് ചന്ദ്രശേഖരൻ അടക്കമുള്ളവർ പറയുന്നത് പോയ കാലത്ത് ഞങ്ങൾക്കൊരു നേട്ടം ഉണ്ടായിട്ടില്ല, ഞങ്ങൾ വെറുതെ കൊണ്ട് സ്ഥാനാർത്ഥി നിർത്തണോ എന്ന ടോണിലാണ് രാജീവ് ചന്ദ്രശേഖരൻ എന്തായാലും അല്പസമയം മുമ്പ് സംസാരിച്ചത്. നമുക്കത് കാത്തിരുന്ന് കാണാം. എന്തായാലും വരും മണിക്കൂറുകൾ നിലമ്പൂരിൽ രാഷ്ട്രീയ മണിക്കൂറുകളാണ്.